സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1,10,680 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? സ്വർണം വാങ്ങാൻ ജ്വല്ലറികളിലേക്ക് പോകാൻ നിൽക്കുകയാണോ? എങ്കിൽ ഇക്കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇപ്പോഴും ചാഞ്ചാട്ടം തുടരുകയാണ്. വില ഏറിയും കുറഞ്ഞു നിൽക്കുകയാണ്. വില ചാഞ്ചാടി കളിക്കുന്നത് കൊണ്ട് തന്നെ ആഭരണപ്രേമികളും ആശങ്കയിലാണ്. സ്വർണം എപ്പോൾ വാങ്ങണം എന്നതാണ് അവരെ അലട്ടുന്ന ചോദ്യം. ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് എത്രയാകുമെന്നും ചിന്തിക്കണം. അതായത് ഇന്നത്തെ സ്വർണ്ണ നിരക്കുകളിൽ മാറ്റമൊന്നും രേഖപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസമുണ്ട്. ഇന്ന് വിപണി വിലയ്ക്കൊപ്പം 22 ക്യാരറ്റിന് ചുരുങ്ങിയത് 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണത്തിന് പണിക്കൂലിക്ക് മേൽ ചുമത്തുന്ന GST ഹോൾമാർക്കിംഗ് ചാർജ് 45 രൂപയും അതിന്മേൽ ഈടാക്കുന്ന 18% GSTയും എന്നിവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് 1,14,000 മുകളിൽ രൂപയെങ്കിലും നൽകേണ്ടി വരും. ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് അതിലും വിലയിൽ മാറ്റം വരും. എന്തായാലും സ്വർണ്ണവില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഉള്ള വിലയ്ക്ക് സ്വർണം വാങ്ങാൻ തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ച് വലിയ അളവിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ നല്ലത്. കാരണം പവന്റെ വിലയിൽ വർധനവുണ്ടായാൽ അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇന്ന് വ്യത്യാസമൊന്നും രേഖപ്പെടുത്തിയില്ലെങ്കിലും 1,00,000 മുകളിൽ നിൽക്കുന്നത് ആഭരണപ്രേമികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന വില തന്നെയാണ്. ഇന്ന് ഒരു പവന് 1,10,680 രൂപയിലാണ് വ്യാപാരം. 18 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 11,370 രൂപയും 14 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 8,855 രൂപയുമാണ്. 9 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 5,710 രൂപയുമാണ് ഇന്നത്തെ വില. അതുപോലെ 1 ഗ്രാം വെള്ളിയുടെ വില 250 രൂപ നിലവാരത്തിലും മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതേ നിലവാരത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ സ്വർണം ഉണ്ടായിരുന്നത്. വെള്ളി നിരക്കുകൾ കുറച്ചിരുന്നു. ദുഃഖവെള്ളിയും പിന്നാലെ പതിവ് വാരാന്ത്യ അവധികളും കൂടി വന്നതുകൊണ്ട് തന്നെ രാജ്യാന്തര കമ്മോഡിറ്റി വിപണിയിലും വ്യാപാരമില്ല. അതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് ആഭ്യന്തര വിപണിയിലും സ്വർണം വെള്ളി നിരക്കുകളിൽ മാറ്റമൊന്നും രേഖപ്പെടുത്താത്തത്. അതേസമയം സർവകാല റെക്കോർഡിൽ നിന്നും അതായത് 1,31,160 രൂപയിൽ നിന്ന് ഒരു പവന്റെ വില ഇപ്പോഴും 20,480 രൂപ താഴെയാണുള്ളത്. അതായത് ഇപ്പോഴും ആശ്വാസകരമായൊരു വിലയിലേക്ക് സ്വർണ്ണവില എത്തിയില്ല എന്ന് തന്നെയാണ് ആഭരണ പ്രേമികളും കച്ചവടക്കാരും പറയുന്നത്. ദീർഘകാലയളവിൽ സ്വർണത്തിന്റെ വിലയിൽ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോഴും പുകയുകയാണ്. ആഗോള സ്വർണ്ണവില $6,300 ആയാൽ കേരളത്തിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില 18,000 മുകളിലേക്ക് എത്തും. പവൻ വിലയും GSTയും പണിക്കൂലിയും ഇല്ലാതെ തന്നെ 1,50,000 എത്തുമെന്നാണ് പറയുന്നത്. 5% അടിസ്ഥാന പണിക്കൂലിയും 3% GSTയും ചേർക്കുമ്പോൾ വില 1,65,000 എത്താനുള്ള സാധ്യതയും ഈ 2026 കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.